മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, എം.എൻ. കാരശ്ശേരിക്ക് കോൺഗ്രസിന്റെ വക്താവാണോ? നിരീക്ഷകരെ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിൽ വന്ന് ഉളുപ്പില്ലാതെ വി.ഡി. സതീശന് വേണ്ടി ന്യായീകരിക്കാൻ നാണമില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ന്യൂസിൽ നടന്നിട്ടുള്ള ചാനൽ ചർച്ചയിലെ ചെറിയൊരു ഭാഗം ഒന്ന് ഇവിടെ കൊടുക്കാം. സാധാരണ കുറച്ച് ആളുകൾ കൂടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ കൂടിയിട്ട് ഒരു വിവാഹമൊക്കെ കഴിപ്പിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ടും കുടുംബത്തിലൊക്കെ ആളുകൾ പറയും, അവർ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അവർ കുറച്ചു കാലം അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോവട്ടെ. പല സമയങ്ങളിലും നമ്മൾ ഇതൊക്കെ കേൾക്കാറുണ്ട്. ഇതുപോലൊരു പെണ്ണ് കെട്ടിച്ചു കൊടുത്തതല്ല കേരള ജനത UDF-ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ വന്നിട്ട് സമയം കൊടുക്കാനൊന്നു സതീശനെ മുഖ്യമന്ത്രിയായിട്ട് രംഗത്തെത്തിയത് എന്ത് സമയം കൊടുക്കണമെന്ന ഇവിടെ എം.എൻ. കാരശ്ശേരിക്ക് ന്യായീകരിക്കുന്നത്? ആരാണ് ഈ സമയം കൊടുക്കാത്തത്? കേരളത്തിലെ ജനതയോ? നിങ്ങൾ ഇതൊന്ന് കേട്ടു. ചെറിയൊരു ഭാഗം. അപ്പോൾ അവര് അധികാരത്തിൽ വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല, ഒരു പകല് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ രണ്ട് കാര്യം അവർ പറഞ്ഞത് സ്വാഭാവികമായിട്ട് എല്ലാ മലയാളികൾക്കും വലിയ ആശ്വാസമായി. കാരണം പ്രവർത്തകരെ അവർ മറന്നുപോയില്ല. പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആന്റണി നേരത്തെ തന്നെ തൻ്റെ പിൻഗാമി വി.ഡി. സതീശൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും, വലിയ അങ്ങേയറ്റത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്, അങ്ങനെ പറയരുത് എന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? A.K. ആന്റണി അങ്ങേയറ്റത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കയ്പൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞതിന് ഉളുപ്പുണ്ടോ എന്ന് A.K. ആന്റണിയോട് ചോദിക്കുന്നില്ല. അദ്ദേഹം ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. ആ നേതാവിനോട് നമ്മളൊന്നും ചോദിക്കുന്നില്ല. മറിച്ച് ചാനൽ ചർച്ചയിലൊക്കെ വന്ന് നിരീക്ഷകരെ എന്ന ബോർഡിൽ ഇരുന്നു കൊണ്ടേ ഈ A.K. ആന്റണി പറഞ്ഞതിനൊക്കെ ന്യായീകരിക്കാൻ നാണമില്ല എന്ന് എം.എൻ. കാരശ്ശേരിയോട് ചോദിക്കാം. ജനങ്ങളോട് വോട്ട് വാങ്ങുന്ന ഒരു സമയത്ത് പോലും ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ അധികാരത്തിലൊക്കെ വരും, നിങ്ങൾ അധികമൊന്നും പ്രതീക്ഷിക്കരുത്, കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും, നിങ്ങൾ കാത്തിരുന്നാൽ മതിയെന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? വോട്ടെടുപ്പിന് മുമ്പ് ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെ പറയുന്ന ഒരു പ്രസ്താവന നമ്മൾ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. പക്ഷെ നിരീക്ഷകൻ എന്ന് പറയുന്ന ആള് എടുത്ത് പറയുന്നതൊക്കെ ചില്ലറ ഉളുപ്പൊന്നും പോരാ. ഇത് മാത്രമാണോ? നിങ്ങൾ കേട്ടില്ല, ഒരു പകല് കഴിഞ്ഞിട്ടേ ഉള്ളൂ സതീശൻ വന്നിട്ട് എന്നാ പറയുന്നത്. ആര്? എം.എൻ. കാരശ്ശേരി. എം.എൻ. കാരശ്ശേരി കേരളത്തിലേക്ക് മാത്രം നോക്കരുത്. ഇതേ സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ബംഗാളിലുമുണ്ട് സർക്കാർ, അവിടെയുമുണ്ട് മുഖ്യമന്ത്രി, അവിടെയുമുണ്ട് ജനങ്ങള്, അവിടെയുമുണ്ട് സർക്കാർ. അവർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ നമ്മുടെ കേരളത്തില് നമ്മൾ ആരെങ്കിലും ആണ്, കേരളത്തിലെ ജനങ്ങളാണ് ഇത്രയും ദിവസം വൈകിപ്പിച്ചത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ? കോൺഗ്രസും ലീഗൊക്കെ തല്ലി ഭീഷണിപ്പെടുത്തലൊക്കെ നടത്തിയിട്ട് ആ സമയമല്ല ഇവിടെ വൈകിട്ടുള്ളത്. ബംഗാളിലൊക്കെ എത്ര സുന്ദരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് ഈ എം.എൻ. കാരശ്ശേരിക്ക്. ബംഗാളിലേക്കൊന്ന് നോക്കണം, നമ്മുടെ കേരളത്തെക്കാൾ എത്ര വലുപ്പമുള്ളൊരു സംസ്ഥാന, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 4ാമത്തെ സംസ്ഥാന ബംഗാള്. അവിടെ സുന്ദരമായിട്ട് വാഗ്ദാനം ചെയ്തതിൽ 20 എണ്ണവും അവിടെ കാര്യങ്ങൾ പ്രഖ്യാപനം തുടങ്ങിക്കഴിഞ്ഞു. 20 അവിടെ മീൻ ഉൾപ്പെടെ കൂട്ടിക്കൊണ്ടുള്ള മീൽസ് 5 രൂപക്ക് പ്രഖ്യാപനം കഴിഞ്ഞു. ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ ഈ മമത ഉയർത്തിയിട്ടുണ്ടായിരുന്നു. മീൻ കഴിക്കൽ പോലും നിർത്തേണ്ടി വരും BJP വന്നാലേ എന്ന്. ആ ഒരു വിഷയത്തിൽ പോലും സുന്ദരമായിട്ട് BJPയുടെ കൈകാര്യം ചെയ്തു. 5 രൂപക്ക് മീൻ ഉൾപ്പെടെയുള്ള മീൽസ്. ഇനി അത് മാത്രമാണോ? അവിടെ സർക്കാർ ബസ്സുകളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് മാത്രമാണോ? അവിടെ 3000 രൂപ അർഹരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു സുന്ദരമായ കാര്യം ഞാനത് മുന്നോട്ട് വെക്കാം. നമ്മളിവിടെ പ്രബുദ്ധരാണ്, ഇവിടെ മലമറിക്കുന്നവരാണ് എന്നൊക്കെ അല്ലേ ഇവിടെ ഭരിച്ചിരുന്നവർ നിരന്തരം അവകാശപ്പെടാറുള്ളത്. എം.എൻ. കാരശ്ശേരിയോ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഈ സമയം വരെ വാർത്ത കൊടുക്കാത്തൊരു 1.5 തെളിവാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. BJP സർക്കാർ ചെയ്ത വാഗ്ദാനങ്ങൾ
എന്ന് പറഞ്ഞുകൊണ്ടൊരു പോർട്ടൽ ബംഗാളിൽ BJP തിരഞ്ഞെടുപ്പ് സമയത്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ള 140 എണ്ണം വാഗ്ദാനങ്ങളുടെ കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒരു പോർട്ടൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പോർട്ടലിൽ ഈ രാജ്യത്ത് ലോകത്തെവിടെ നിന്നും ആക്സസ് ചെയ്യാം. ആ പോർട്ടലിലേക്ക് ആളുകൾക്ക് കയറാം. അതിൽ കൃത്യമായിട്ട് ഞാനിവിടെ കൊടുത്ത സ്ക്രീൻഷോട്ട് കണ്ടില്ലേ, അവിടെ കൃത്യമായിട്ട് ചീഫ് മിനിസ്റ്റർ സുവേന്ദു അധികാരി എന്നാണ് അധികാരത്തിലെത്തിയത്. 9th മെയ് 2026 കൃത്യമായിട്ട് എവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത്? 2031 വരെയാണ് കാലാവധി. 10 ദിവസമായിട്ട് അവിടെ ഓഫീസ് വർക്ക് ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ. ഇനി 1816 ദിവസം കൂടി ഭരിക്കാനുണ്ട്. 4 വർഷവും 11 മാസവും 20 ദിവസവും 13 മണിക്കൂറും 56 മിനിറ്റും 58 സെക്കൻഡും കൂടി ഇനി ഭരിക്കാനുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും കയറി നോക്കാം. ഇനി ഇതിലെ സുന്ദരമായ മറ്റൊരു കാഴ്ച, 140 വാഗ്ദാനങ്ങൾ അതവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിൽ കൃത്യമായിട്ട് ഒന്ന് പൂർത്തീകരിച്ചു. 19 എണ്ണം പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി 120 എണ്ണം കൂടിയുണ്ട്, അത് പെൻഡിങ്, അതും വർക്ക് തുടങ്ങി. ഇനി ആ 19ലും ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഒന്ന്, നുഴഞ്ഞുകയറ്റത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നയം. നമ്മുടെ രാജ്യാതിർത്തിയിൽ വേലി കെട്ടാൻ പോലും മമതയുടെ സർക്കാർ അവിടെ സ്ഥലം കൊടുത്തിട്ടില്ലായിരുന്നു. അത് സുവേന്ദു സർക്കാർ, BJP സർക്കാർ കൊടുത്തു കഴിഞ്ഞു. ഇനി 2, 15 വർഷത്തെ TMC അഴിമതിയും ക്രമസമാധാന തകർച്ചയും തുറന്നു കാട്ടുന്ന ധവളപത്രം. 3, സിൻഡിക്കേറ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക, പണമിടപാട് സംസ്കാരവും മാഫിയ ഭരണവും നിയന്ത്രിക്കുക. ഇങ്ങനെ എണ്ണി കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് 7ാമത്തതായിട്ട് കാണാൻ സാധിക്കും, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 സാമ്പത്തിക സഹായവും. ഇത് കൃത്യമായിട്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളുടെ മറ്റൊരു കോളം തുറന്നു വരും. അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 2026 മെയ് 18 സംസ്ഥാന മന്ത്രിസഭ സ്ത്രീകൾക്കായുള്ള അന്നപൂർണ്ണ പ്രതിമാസ സാമ്പത്തിക സഹായ പദ്ധതിക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകി. ഇത് 2026 ജൂൺ 1 ആരംഭിക്കും. നിലവിലുള്ള ലക്ഷ്മി ഭണ്ഡാർ ഗുണഭോക്താക്കൾ പുതിയ പദ്ധതിയിലേക്ക് സ്വയമേ മാറുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇത് പ്രതിമാസം 3000 നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും. കൂടാതെ CAA പ്രകാരം പൗരത്വത്തിന് അപേക്ഷിച്ച് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി ട്രൈബ്യൂണലുകളെ സമീപിച്ച സ്ത്രീകൾക്കും അർഹതയുണ്ടായിരിക്കും. പുതിയ അപേക്ഷകൾക്കായി ഒരു പുതിയ പോർട്ടൽ ഉടൻ തുറക്കും. എത്ര സുന്ദരമാണ്! 10 ദിവസം പിന്നിട്ട് ഇത് ഭരിച്ചിട്ട് അപ്പൊ MN കാരശ്ശേരി ഇവിടെ ഇരുന്ന് പറയാ സതീശൻ വന്നിട്ട് ഒരു പകലല്ലേ ആയുള്ളൂ എന്ന്. കേരളത്തിലെ ജനത സതീശന്റെ കൊങ്ങൊക്കെ പിടിച്ചിട്ടാണല്ലോ ഇത്രയും നേരം സതീശനും കൂട്ടരും സത്യപ്രതിജ്ഞ ചെയ്യാണ്ടിരുന്നത്. അന്തസ് വേണം ഏത് കാരശ്ശേരിയാണെങ്കിലും. ലേശൊക്കെ ഇത് ഇവരുടെ തമ്മിത്തല്ല് കാരണമാണ് ഇത്രയും വൈകിയത് എന്നും, ബംഗാളിൽ ഇതേ സമയത്ത് റിസൾട്ട് വന്ന ബംഗാളിൽ 10 ദിവസം അവിടെ മന്ത്രിസഭ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. അവർ സുന്ദരമായ ഒരു പോർട്ടൽ ഇറക്കി. കേരളത്തിലെ ഈ വാഗ്ദാനം ചെയ്ത ഒരു പോർട്ടൽ കേരളത്തിൽ ഇറക്കട്ടെ. BJPയെ കോപ്പി അടിച്ചിട്ടെങ്കിലും ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ. കേരളത്തിൽ ഒരു പോർട്ടൽ ഇറക്കട്ടെ സതീശനും കൂട്ടരോ. ഇതേ ഇത്ര വെല്ലുവിളിക്കുക. ഇതുപോലൊരു പോർട്ടൽ BJP ബംഗാളിൽ ചെയ്തതുപോലൊരു പോർട്ടൽ അവർ തിരഞ്ഞെടുപ്പിന് പറഞ്ഞ ഓരോ കാര്യങ്ങളും എഴുതി വെക്കട്ടെ. നമുക്കൊക്കെ ഏത് സമയത്തും എടുത്ത് നോക്കാമല്ലോ. BJP ഓരോ സ്ഥലത്തും എന്തുകൊണ്ടാണ് വിജയിക്കുന്നത് എന്ന് നിങ്ങൾ സുന്ദരമായിട്ട് കണ്ടില്ലേ. ഇതൊക്കെ നിഷ്പക്ഷമായിട്ട് നോക്കുന്ന ആളുകൾക്ക് വലിയ സുന്ദരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലേ ബംഗാളിൽ നിന്ന് പുറത്തു വന്നത്. അതേസമയം നമ്മുടെ കേരളത്തിൽ MN കാരശ്ശേരിമാര് മുതൽ സകല പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോ സതീശനെയും താലോലിച്ചെടുക്കുക. സതീശനെ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാതിരിപ്പിച്ചൊന്നും കേരളത്തിലെ ജനങ്ങളല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോയി. സതീശൻ വലിയ പരാജയ. ഈ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന് റിസൾട്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പദ്ധതി നടപ്പിലാക്കുന്നതിൽ സതീശൻ വൻ പരാജയ. ഒരു തർക്കവും ഇല്ല.